ഹലോ ഗേസ്, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കായംകുളത്താണ് നമ്മുടെ വർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കായംകുളത്ത് ആ വർക്ക് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്ത് അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 4:16 ഒരു ട്രെയിനുണ്ട് ഗുരുവായൂർ തിരുവനന്തപുരം. അപ്പോൾ അതിന് കയറിയിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ അതിനകത്ത് തിരക്കൊന്നും ഉണ്ടാവില്ല, കണ്ടില്ലേ. ഇപ്പോൾ സുഖമായിട്ട് കിടന്നൊക്കെ പോകാൻ മതി, ആൾക്കാരും ഇല്ല. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കായംകുളത്ത് എത്തിയിട്ട് നമുക്ക് നോക്കാം. 3 മണിക്കൂർ വേണം കായംകുളത്ത്, 3.5 മണിക്കൂർ. ആ കായംകുളത്ത് എത്തി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി കായംകുളത്തു നിന്നും പോകണം, ഒരു 10-20 കിലോമീറ്റർ കഷ്ടി പോകണം. താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പണി കിട്ടിക്കണത്. നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മതിലിൻ്റെ വർക്കാണ്. ഈ വാർക്ക മതിൽ അച്ചു വെച്ച് വാർത്ത് പോകണ. അങ്ങനെ നമ്മൾ ഇപ്പോൾ സൈറ്റിലെത്താറായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ഒരു ഹമ്പ് പണിത് കൊടുക്കാൻ പറഞ്ഞിട്ട്, പണിയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വരാണ്ടിരിക്കാനും വണ്ടി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു ഹമ്പ് പണിത് കൊടുക്കുക. അത് ഫിനിഷിങ് വർക്കാണത്. പിന്നെ ഇതാണ് നമ്മുടെ മതിലുകൾ. ഇത് ഇത്തിരി വലിയ വർക്കാണ് കേട്ടോ നമുക്ക് കിട്ടിക്കണേ. അല്ലെങ്കിൽ നമുക്ക് കായംകുളത്ത് പോയി എന്താ പറയുക, വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇവിടെ നിന്ന് നമ്മുടെ അച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരു 10 രൂപയോളം, നമുക്ക് ഒരു 10,000 രൂപ നമുക്ക് വണ്ടിക്കാശ് തന്നെ വേണ്ടി വരും. പിന്നെ റിട്ടേൺ പോകണമെങ്കിലും നമുക്കൊരു 10,000 രൂപ വണ്ടിക്കാശ്, അങ്ങനെ 20,000 രൂപ നമ്മുടെ പോവും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ മാതിരി ഒന്നല്ല. എംസാൻഡും മെറ്റലിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു അടി എംസാൻഡിന് അവിടെ വരുന്നത് 75 രൂപയ്ക്കാണ് ഒരടി എംസാൻഡ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റ് ഇട്ട് നമ്മൾ അവിടെ പോയി പണിത് കഴിഞ്ഞാൽ നമുക്കാകെ നഷ്ടം വന്ന് തവിട് പൊടിയാവും. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ലേബർ പണിയേണ്ടി വരും. അപ്പോൾ ആ ചേട്ടൻ പുറത്തുള്ളതാണ് ആൾ. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ച് പണി തരായിരുന്നു. പിന്നെ ആൾ കുഴപ്പമൊന്നുമില്ല, ഡീസൻ്റാണ്. നമ്മൾ എന്നും വീഡിയോ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും. നല്ല ഏരിയ ഉള്ള വർക്കാണ്. അപ്പോൾ നമുക്കിനി അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യുന്നതൊക്കെ അവരുടെ പണിയാണ്. അതൊക്കെ JCB ഒന്ന് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇനി ഇതുമേ വൈറ്റ് സിമെൻറ്റും കൂടി അടിച്ചിട്ട സംഭവം അടിപൊളിയായി. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ വല്ല പണി കിട്ടിയാൽ ഒരാഴ്ച കൂടി നമ്മുടെ അച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ വയ്ക്കും. അടുത്ത് നമുക്ക് വേറെ പണി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പണിയും. അല്ലെങ്കിൽ ഷീറ്റൊക്കെ കൊണ്ട് റിട്ടേൺ നമ്മുടെ തൃശ്ശൂർക്ക് തന്നെ വരും. ഇപ്പോൾ തൃശ്ശൂർ ഓൾറെഡി നമുക്കിനി കോണത്തക്കുന്നിലാണ്, അതായത് കാരുമാത്ര, അവിടെയാണ് പണി കിട്ടിയിരുന്നത്. അവിടെ ഒരു ടീം പണിയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത സൈറ്റ് നമുക്ക് കോണത്തക്കുന്നിലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. നമ്മുടെ ഹിന്ദി ഗഡികളാണ് നമ്മുടെ പണിക്കാർ. അടിപൊളിയാണ് അവർ. നമ്മളില്ലെങ്കിലും ഞാൻ ഒന്നരാടം പോകുള്ളൂ. അവർ സെറ്റപ്പാക്കിയിട്ട് നമുക്ക് പണി തരും. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ബൈ.